ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എന്താ രാവിലെ തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ അങ്ങ് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എറണാകുളത്ത് പോയിട്ട് വന്നതിന് ശേഷം എന്തോ ഒരു തൊണ്ടയിൽ ഒരു കഫം പോലെ കാറ്റൊക്കെ അടിച്ച് പോയതല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഒരു ആശ്വാസം. അപ്പോൾ രാവിലെ തന്നെ അങ്ങ് ചൂടാക്കി വെച്ചിരുന്ന് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാമല്ലോ. പിന്നെ ഞാൻ എന്താ കടിഞ്ചായക്കുള്ള വെള്ളം കൂടെ വെക്കുന്നുണ്ട്. ഇക്ക ടാപ്പിങ്ങിനൊക്കെ പോയേക്കാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ കുറച്ച് കടിഞ്ചായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. നല്ല വിശപ്പുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല, ഇപ്പോൾ രാവിലെ എണ്ണിക്കുമ്പോഴേ അങ്ങ് വിശക്കും. അപ്പോൾ കുറച്ച് കടിഞ്ചായ ഇട്ട് അതുപോലെ കുറച്ച് ബിസ്ക്കറ്റ് കൂടെ തിന്നാന്ന് ഓർത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പിരിയമുളക് പൊടി തീർന്നു പോയിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്താ നമ്മളെ ബോട്ടിലോട്ട് എടുത്തിടുവാണേ. മീൻകറിയും എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ ഈ രണ്ട് മുളക് പൊടിയും കൂടെ ഉണ്ടെങ്കിൽ സെറ്റാവും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എരിയുള്ള മുളക് പൊടി മാത്രം ഇടുമ്പം അരപ്പും കാണത്തില്ല, പക്ഷേ ഭയങ്കര എരിയുമായിരിക്കും. അപ്പോൾ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ സെറ്റാണ്. അപ്പോൾ ഞാൻ എന്താ കടിഞ്ചായ കുടിക്കാനായിട്ട് പോവുകയാണേ. ബിസ്ക്കറ്റും എടുക്കുന്നുണ്ട്. 2 ബിസ്ക്കറ്റും ആ കട്ടൻ ചായയും കൂടെ കുടിക്കുമ്പം വയറിനൊരു സമാധാനമാവും കേട്ടോ കുറച്ച് നേരത്തേക്ക്. പിന്നെ ജോലിയൊക്കെ ചെയ്യാനൊരു ഉഷാറ് കാണും. അല്ലെങ്കിൽ ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ ഒരു പാടല്ലേ. പിന്നെ ഡോക്ടറും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രാവിലെ എന്തെങ്കിലും വയറ്റിലോട്ട് ചെല്ലണമെന്ന്. വിശന്നിരിക്കാൻ പാടില്ല. നമ്മൾ സ്ത്രീകൾ കൂടുതലും ജോലിയെല്ലാം ഒതുക്കിയിട്ടായിരിക്കും ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ ഉമ്മച്ചിയൊക്കെ അതേപോലെയാണ് കേട്ടോ. പക്ഷേ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. രാവിലെ എന്തെങ്കിലും ഒന്ന് കടിച്ച് കുറച്ച് വെള്ളം കൂടെ കുടിക്കണം കേട്ടോ. പിന്നെ ഞാൻ എന്താ മീൻകറി വെക്കാനുള്ള പരിപാടി നോക്കുവാണ്. തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിക്കുകയാണെ. ചെറിയ കുഞ്ഞ് ചാള കിട്ടിയിട്ടുണ്ട്, മത്തിയല്ല ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറിയാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തേങ്ങ, ഇഞ്ചി, ഉള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ചെടുക്കുവാണ് കേട്ടോ. മല്ലിപ്പൊടി ചേർക്കുന്നില്ല. തേങ്ങ അരയ്ക്കുന്ന മീൻകറിയിൽ മല്ലിപ്പൊടി ചേർക്കാത്തതാണ് കേട്ടോ നല്ലത്. പുളിയും മുളകിൽ മല്ലിപ്പൊടി ചേർക്കാത്ത തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതാ നമ്മളെ മീനിൻ്റെ അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ എന്താ വൃത്തിയാക്കി വെച്ച മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഞാൻ പൊരിക്കാനും മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ പിന്നെ പൊരിക്കാനുള്ള മീനിലൂടെ അങ്ങ് അരപ്പ് ചേർക്കുകയാണ് കേട്ടോ. ഇക്ക ടാപ്പിങ് കഴിഞ്ഞ് വരുമ്പോൾ ഇക്കാക്ക് ഇന്ന് കപ്പയാണ് കേട്ടോ രാവിലെ. അപ്പം കപ്പയിലൂടെ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് രാവിലെ മീൻകറിയും മീൻ പൊരിച്ചതും ഒക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി കപ്പയും കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. സാധാരണ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പൊളിച്ച് തരുന്നത് ഇക്കാണ് കേട്ടോ. പക്ഷേ ഇനി ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പം ക്ഷീണിച്ച് വരുമ്പോൾ പിന്നെ എങ്ങനെ പറയും. അങ്ങനെയുള്ള കുറച്ച് മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ. അപ്പം ഞാൻ എങ്ങനെയും കുറച്ച് ബലം പിടിച്ചിട്ടാണെങ്കിൽ ഇതൊക്കെ വെട്ടി വൃത്തിയാക്കി കഴുകി വെച്ചിരുന്നതൊക്കെ വന്ന ഉടനെ അടുപ്പിലോട്ട് വെച്ച് പെട്ടെന്ന് വേവിച്ചെടുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം എന്താ പൊളിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണേ. ഒരു 3-4 വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുക്കണം അതിൻ്റെ മണ്ണും ചെളിയൊക്കെ പോകാനായിട്ട്. എന്നിട്ട് ഞാൻ ഇപ്പം അത് വെക്കുന്നില്ല, എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുന്നതേ ഉള്ളൂ. ഇക്ക വന്നതിന് ശേഷം എടുത്ത് അടുപ്പിലോട്ട് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശമൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ എന്താ കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മീനങ്ങ് അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓഫ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിരുന്ന് നല്ല അടിപൊളിയായിട്ട് വന്നോളും. അപ്പോൾ ഞാൻ എന്താ കപ്പയൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്ക ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ സ്വന്തമായിട്ട് മാഗി ഉണ്ടാക്കി തിന്നാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതോ മാഗിയൊക്കെ ഉണ്ടാക്കുവാണ്. നമുക്ക് കപ്പ വേണ്ട പോലും. ചിലപ്പോൾ പറയും വേണമെന്ന്, ചിലപ്പോൾ പറയും വേണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്താ കപ്പ വടിച്ച് ഊറ്റുവാണേ. നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഊറ്റിയെടുക്കണം കേട്ടോ. നല്ല സൂപ്പർ കപ്പയായിരുന്നു കേട്ടോ. വലിയ വേവുമില്ല, എനിക്ക് നല്ല പരുവത്തിന് പെട്ടെന്ന് വെന്തിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇക്കതാ കിളിക്ക് തുളസിയിലേക്ക് കൊടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെ കിളിക്ക് തീറ്റ കൊടുത്ത് മീൻ തീറ്റ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക വന്നിട്ട് കാപ്പിയൊക്കെ കുടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ മീനൊക്കെ പൊരിക്കുവാണ്. പിന്നെ കപ്പയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സവാളയും അതുപോലെ മുളക് പൊടി, പുളി, ഉപ്പ്, എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചെറിയൊരു ചമ്മന്തി പോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ മോളിതാ മാഗിയൊക്കെ റെഡിയാക്കി പിടിച്ചിങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ തട്ടിത്തരാമെന്ന്, പക്ഷേ അവൾ കുഴപ്പമില്ല അമ്മച്ചി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുവാണ് കേട്ടോ. ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ കൊണിഞ്ചൻ അത്ര ശരിയല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളെ മീനൊക്കെ ഒന്ന് മറിച്ചിടട്ടെ. ഒരു സൈഡൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതിനിടയിൽ ചിലപ്പോൾ ഇതൊക്കെ മറന്നു പോവും. പിന്നെ ഇതാ ഇക്ക കഴിക്കാനൊക്കെ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കപ്പയെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കപ്പയും മീൻകറിയും അതുപോലെ മീൻ പൊരിച്ചതും പിന്നെ നമ്മുടെ സവാള ചമ്മന്തിയും ഇത്രയാണ് കേട്ടോ കൂട്ടാനായിട്ടുള്ളത്. അപ്പം ഞാനും കഴിക്കട്ടെ, നല്ല വിശപ്പായിട്ടുണ്ട് കേട്ടോ. രാവിലെ കഴിച്ച ബിസ്ക്കറ്റും കട്ടൻ ചായയൊക്കെ ഇങ്ങോട്ടോ പോയി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റൊക്കെ ഇടണേ. കമൻറ്റൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി.